പേരാമ്പ്ര സ്വദേശി അനുവിന്റെ ദുരൂഹ മരണത്തിൽ മലപ്പുറം സ്വദേശി കസ്റ്റഡിയിലായി എന്ന വാർത്ത വന്നു. മോഷണത്തിനിടെയാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിരീക്ഷണം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പ്രതിയെ പിടികൂടിയത്. കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ പ്രതിയുടെ ആക്രമണത്തിൽ പോലീസുകാരന് പരിക്കേറ്റു എന്ന വാർത്തയും കോഴിക്കോട് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദീപക് ധർമ്മടം തത്സമയം മോർണിംഗ് ഷോയിൽ ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. യഥാർത്ഥത്തിൽ ഈ കൊലപാതകം ഒരു മോഷണത്തിന് വേണ്ടി മാത്രം നടത്തിയതാണ് എന്ന രീതിയിൽ വാർത്ത വരുന്നു. നമ്മളെ നടുക്കുന്നതാണ് ഈ വാർത്ത. വിവരങ്ങൾ പറയൂ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ്. SK അത് തന്നെയാണ്, ഒരു പ്രഭാതത്തിൽ നമ്മളെ നടുക്കുന്ന വാർത്ത തന്നെയാണ്. അതായത് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഈ പേരാമ്പ്രയ്ക്കടുത്ത നൊച്ചാട് സ്വദേശിയായ ഈ അനു ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഭർത്താവിൻ്റെ ചികിത്സാർത്ഥം. പെട്ടെന്ന് ആശുപത്രിയിൽ എത്താൻ വേണ്ടി ഒരു ബൈക്കുകാരനോട് ലിഫ്റ്റ് ചോദിക്കുന്നു. ആ ബൈക്കിലുള്ള യാത്രക്കിടയിലാണ് ഈ അതിക്രമം നടക്കുന്നത്. സ്വർണ്ണമാല പൊട്ടിക്കാൻ വേണ്ടിയുള്ള ശ്രമം, ആ ശ്രമത്തെ തുടർന്ന് ചെറുക്കുന്നു. അങ്ങനെ നേരെ തൊട്ടടുത്ത തോടിലേക്ക് വീഴുന്നു. തോടിൽ ചവിട്ടിക്കൊണ്ട് ഈ രീതിയിൽ ഒരു ആക്രമണത്തിലേക്ക് നടക്കുന്നു. മാത്രമല്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറിനകത്തും ശ്വാസകോശത്തിലും ലങ്സിലും ഈ ചളി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് ചളി കലർന്ന വെള്ളം അകത്തേക്ക് ചെന്നു എന്നുള്ളതാണ്. അതായത് അവിടെ വെച്ച് തന്നെ അകത്ത് ശ്വാസകോശത്തിൽ ചളിയും വെള്ളവും കലർന്ന ഇൻഫെക്റ്റഡ് ആയിട്ടാണ് മരണമുണ്ടായത് എന്നുള്ളതാണ് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇതിൽ മലപ്പുറം സ്വദേശിയായ ഒരാളെയാണ്, മോഷ്ടാവായ ഒരാളെയാണ് പിടികൂടിയിരിക്കുന്നത്. വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. കാരണം ഐഡന്റിഫിക്കേഷൻ പരേഡ്, തിരിച്ചറിയൽ പരേഡ് ഉൾപ്പെടെ നടത്തേണ്ടതുകൊണ്ട് തൽക്കാലം വിവരങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ളതാണ് പോലീസ് അധികൃതർ നിന്ന് മനസ്സിലായത്. അല്പം മുൻപും റൂറൽ SPയുമായി ബന്ധപ്പെട്ടിരുന്നു. പോലീസ് ഇതിൽ ഒരു ഔദ്യോഗികമായ പത്രക്കുറിപ്പ് ഇറക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ, മോഷണ ശ്രമത്തിനിടയിലുള്ള അതിക്രമങ്ങൾ മരണത്തിൽ കലാശിക്കുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഏറി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദീപക് ധർമ്മടം.